ഹായ് ഓൾ വെൽക്കം. എല്ലാവരും എന്ത് പറയുന്നു, സുഖല്ലേ? ഞാനിന്ന് പച്ചക്കറി മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറി മാർക്കറ്റിൽ പോണ ഒരു വ്ളോഗാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഫുള്ളായി കാണണേ. അപ്പോൾ പോണേക്കാളും മുമ്പ് നമുക്ക് പെട്രോൾ അടിക്കണം കേട്ടോ. വണ്ടിയിൽ പെട്രോൾ തീരില്ല, ഒരു കട്ടേ ഉള്ളൂ. അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം നമ്മൾ പോണ വഴിക്ക് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ 200 രൂപയ്ക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ പെട്രോൾ അടിച്ചു കേട്ടോ. അതേ മുൻപ് ഒരു കട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 3 കട്ടയായിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇതുപോലെ ഒരു സഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് സഞ്ചികളൊന്നും കടയിൽ നിന്ന് കിട്ടത്തില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ റോട്ടിൽ നിന്നിട്ടാട്ടോ ഇതൊക്കെ സംസാരിക്കുന്നത്. ഇനി നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഈ ശിങ്കാരിമേളം കേട്ടപ്പോൾ ഞാൻ എന്താ പറയുക, വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് ഉത്സവം കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ആന ഭയങ്കര കലിപ്പിലാണ് നിൽക്കുന്നത്. അപ്പം അധികം നേരം അവിടെ നിൽക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്നും പോന്നു. പിന്നെ ഇതാണ് നമ്മുടെ ജംഗ്ഷനിലെത്തിയിട്ട് നമ്മൾ ഇനി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. ചേട്ടാ, ഈ മാങ്ങ ഉണ്ടല്ലോ, ഇത് മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന മാങ്ങയാണോ? ഇത് ഒരു 5 എടുത്തോട്ടോ. നല്ല മാങ്ങ, നല്ല സ്മെല്ല് കേട്ടോ, നല്ല സ്മെല്ല്. എനിക്കൊരു വ്ളോഗിങ് ചാനലുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ. മാങ്ങ, പിന്നെ പയറ് 1/2 കിലോ, പിന്നെ നെല്ലിക്ക വേണേ, നെല്ലിക്കയും 1/2 കിലോ. ഒക്കെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണല്ലോ. ഇന്ന് വന്നതാണോ? തിരിഞ്ഞാലക്കുട നടക്കണ തൃശ്ശൂർന്നാ. നെല്ലിക്ക 1/2 കിലോ. പഴം എടുത്തോ 1/2 കിലോ. എത്ര വില പഴത്തിനിപ്പോൾ? 70. കൂർക്കയ്ക്ക് എത്രയാ ചേട്ടാ? ചേട്ടാ ഒരു 1/2 കിലോ മധുരക്കിഴങ്ങ് കൂടി എടുത്തോട്ടാ. വേറെ ഒന്നും വേണ്ട. തൈര് എടുത്തോട്ടാ. തൈര് ബോക്സിലുള്ളതാ. എത്രയുണ്ട് ഇത്? ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ സഞ്ചി നിറഞ്ഞു കിട്ടും. അപ്പോൾ ഇത്രയധികം സാധനങ്ങൾ മേടിച്ചു. ഇതൊക്കെ പുറത്തേക്ക് ഇടണം, കാരണം ഞാൻ ചാവി ഇതിൻ്റെ താഴെ ഇട്ടുപോയി. ആകെ പ്രശ്നമായിട്ടോ. ഇനി ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് ഇവിടെ വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇനി ചാവി തപ്പാൻ. എടുക്കുന്നുണ്ട് കേട്ടോ, ഇനി അത് എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ. അനീഷേട്ടനോട് പറഞ്ഞിട്ട് അനീഷേട്ടനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ആളുടെ ക്യാമറയിൽ ക്ലാരിറ്റി കുറച്ച് കുറവാണ് കേട്ടോ. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വേഗം പോയിട്ട് ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഹായ് ഓൾ, അപ്പോൾ നമുക്ക് ഇത്രയും പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നാളികേരം ചെരുകാൻ പോവാം കേട്ടോ. പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് മാങ്ങ നമ്മൾ തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ വെള്ളവും പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് ചേർത്തു. ഇനി മഞ്ഞപ്പൊടിയാണ്. അരപ്പ് തയ്യാറാക്കാൻ പോവാ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നാളികേരവും ജീരകവും മാത്രം ഇട്ട് അരച്ചെടുക്കുകയാണ്. ഒരു കുഞ്ഞു മുറി നാളികേരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഞാനിന്ന് മുരിങ്ങക്കായ തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുരിങ്ങക്ക ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് മുരിങ്ങക്കായ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അരച്ചു വെച്ച നാളികേരം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ നാളികേരമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി താളിക്കുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് താളിക്കും കേട്ടോ. അപ്പോൾ നല്ല കളറ് വരും. നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാം കേട്ടോ. കടുക് ഇട്ടു, പൊട്ടി തുടങ്ങുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉലുവ ചേർക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കളറ് അത്ര നന്നായിട്ട് വന്നില്ല കേട്ടോ. ഇനി നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. കറി വിചാരിച്ച പോലെ അങ്ങോട്ട് സക്സസ് ആയില്ല എന്ന് തോന്നുന്നു കേട്ടോ. ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുറച്ച് ലൂസായിപ്പോയി, കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി കേട്ടോ. ഇനി നമ്മൾ മുരിങ്ങക്ക തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പം ജസ്റ്റ് കടുക് താളിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ട് പിന്നെ നാളികേരം ഒന്ന് ഒതുക്കിയെടുത്തതും കൂടി ചേർത്തിട്ട് വേവിച്ച് വെച്ച മുരിങ്ങക്കായൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു കുക്കിംഗ് ചാനലൊന്നല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് വ്ളോഗിങ് മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ കുക്കിംഗ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഫുള്ളി പെർഫെക്റ്റ് ഒന്നും അല്ല. പിന്നെ ഞാൻ വെജിറ്റബിൾസ് മേടിക്കാൻ പോയ സമയത്തെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ആട്ടോ മേടിച്ചത്. കാരണം എനിക്ക് കുറേ അധികം മേടിക്കാൻ അറിയില്ല. കാരണം ഞാനും മോനും മാത്രമായിരുന്നു ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മേടിച്ച് ശീലമായിട്ട് എനിക്ക് കുറേ അധികം വെജിറ്റബിൾസ് മേടിക്കാനായിട്ട് ഇപ്പോഴും അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പോരാത്തതിന് ഞാനൊരു മിനിമലിസ്റ്റിക് ലൈഫാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. കുറേ അധികം സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവന്ന് അതൊന്നും ചീത്തയാക്കി കളയുന്ന ഒരു സ്വഭാവം എനിക്കില്ല കേട്ടോ. ആവശ്യത്തിനുള്ളത് വേണ്ടി മാത്രം മേടിക്കുകയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്ക തോരൻ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. നമ്മുടെ ജസ്റ്റ് മോരൂട്ടാനും പിന്നെ മുരിങ്ങക്ക തോരനും മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്താൻ ആരും മറക്കരുത് കേട്ടോ. താങ്ക്